ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും തസ്നി വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോൻ്റെ ഇൻട്രോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. അതെന്നൊരു ഇഫ്താറിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങളെ വെള്ളിക്കാൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാനുള്ള ഓർമ്മയൊക്കെ വന്നത്. ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ കാലത്ത് കുറച്ചധികം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പത്തിരി ചുട്ടച്ചുണ്ടായിരുന്നു, ചിക്കൻ കറി അടുപ്പത്തായി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഓർമ്മ വന്നത്. അങ്ങനെ ഇത് ഇപ്പോൾ ടൈം ഒരു മണി 1:30 ടൈമൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പത്തിരിയുടെ ചിക്കൻ കറിൻ്റെ ഒക്കെ പണി കഴിച്ച് ഇത് പൊരിക്കട്ടുകൾ നോക്കുകയാണ്. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും പൊരിക്കടികളൊക്കെ ശരിയാക്കുക കേട്ടോ. അങ്ങനത്തെ പൊരിക്കടിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാനായി. ഞങ്ങളത് കുറച്ച് വീട്ടിലത്തെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ചൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിത് വൈകുന്നേരം പൊരിക്കടികളൊക്കെ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സമൂസ, പഴംപൊരി, പൊക്കവട, ഈ 3 പൊരിക്കടി ഉണ്ടായിരുന്നു. പിന്നെ 2 തരം ജ്യൂസ് ഉണ്ടായിരുന്നു. മാങ്ങയുടെ ജ്യൂസൊക്കെ അടിച്ച് അങ്ങനത്തെ മാങ്ങ ജ്യൂസ് അടിച്ച് പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പാടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടി നിന്നു. മുഴുവൻ ഞാൻ ആദ്യം പറഞ്ഞ മുഴുവൻ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എടുത്ത വീഡിയോസൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. ചക്കരവത്ത, തണ്ണിമത്ത എന്നൊക്കെ പറയും. അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം കട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ഫ്രൂട്ട്സ് കട്ടിന് ശേഷം പൊരിക്കടിയൊക്കെ പൊരിച്ച് അങ്ങനത്തെ പൊരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി ഞാൻ പറഞ്ഞ രാവിലെ വെച്ചിട്ടുണ്ടതൊക്കെ നോക്കി കറി അങ്ങനെ ചിക്കൻ കറി സെറ്റ് ആയിക്കണം കേട്ടോ. അങ്ങനെ ചിക്കൻ കറി സെറ്റായതിനു ശേഷം ഞങ്ങളിത് ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഓരോരുത്തരും ഓരോ പാർട്ടായിട്ട് ഓരോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം പാടെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേശം പാട് ഫ്രൂട്ട്സിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് എല്ലാവരും പാടെ അങ്ങനെ ഇതെല്ലാം കേട്ടത്. ഇപ്പോൾ ട്രെൻഡാണല്ലോ റീലെടുക്കാനുള്ള പ്രിപ്പറേഷനാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളിത് എല്ലാ പ്ലേറ്റിലും എല്ലാം ആക്കി വെക്കുക കേട്ടോ. പാൻ കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് സ്പീഡാക്കിയിട്ട് ഞങ്ങൾ ഓരോ പ്ലേറ്റിൽ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ ആർക്കും കിട്ടിയില്ല എന്നൊരു പരാതി വേണ്ടല്ലോ വെച്ചിട്ട് പിന്നെ എല്ലാവരും നോക്കണ്ടല്ലോ. നോമ്പാകുമ്പോൾ എല്ലാവർക്കും നോമ്പ് തുറക്കുന്ന ടൈമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് ഫ്രൂട്ട്സും പൊരിക്കടികളും ഈത്തപ്പഴം അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ബാലൻസ് ലേശം ചക്രവത്ത വന്നപ്പോൾ ഞാൻ എല്ലാ പ്ലേറ്റിലും ഒന്നും പാട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ നോക്കിയത് ഞങ്ങളിത് ഹാളിലും ടേബിളുമൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ കുട്ടികളും കുറച്ച് പേരൊക്കെ ഞങ്ങൾ താഴ്ത്തിരുന്നു. പിന്നെ ഉമ്മാരും താത്താരൊക്കെ ടേബിളുമിരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങൾ സെറ്റായിരുന്നു. എന്തായാലും മാഷാഅല്ലാഹ് നല്ല അടിപൊളി നോമ്പ് തുറയായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളെ നോമ്പ് തുറ ഫാമിലി നോമ്പ് തുറ കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.